أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يجدك يتيما فآوى السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സൂറത്തു സുഹൈലെ 7-ാമത്തെ വചനവും ശ്രവിച്ചത്. ഇതിൻ്റെ വിശദീകരണത്തിൽ സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു പറയുന്നു, ഓ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, നിൻ്റെ ഭാവിയെക്കുറിച്ച് ജനഹൃദയങ്ങളിൽ സംശയം ഉടലെടുത്തേക്കാം. ഇതെല്ലാം വെറും വാക്കുകളിൽ ഒതുങ്ങുന്നവയല്ല. അത് അക്ഷരം പ്രതി പുലരുമെന്ന് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? ഒരാൾക്ക് മറ്റൊരാളെ സമാശ്വസിപ്പിച്ച് പറയാൻ സാധിക്കും, ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും എന്നൊക്കെ. എന്നാൽ ഇത്തരത്തിലുള്ള സംഭാഷണത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതിനുള്ള മറുപടിയായി അള്ളാഹു പറയുന്നു, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെക്കുറിച്ച് ശങ്ക നടിക്കുന്നവർക്ക് നിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ഓർത്തുകൂടെ? നീയും അനുഭവിച്ചതല്ലേ? ഭൂവാസികളും നിൻ്റെ സാഹചര്യം മനസ്സിലാക്കിയില്ലേ? നീ യതീമായിരുന്ന അവസ്ഥയിൽ, ആരും നിന്നെ പരിപാലിക്കാനില്ലാത്ത അവസ്ഥയിൽ, എല്ലാ സന്ദർഭങ്ങളിലും നിനക്ക് നാം അഭയം നൽകി. എല്ലാവിധ നഷ്ടങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും നാം നിന്നെ സംരക്ഷിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്നും മനസ്സിലാവുന്നത്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മാതാവിൻ്റെ വയറ്റിലുള്ള അവസ്ഥയിൽ പിതാവ് മരണപ്പെട്ടു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനശേഷം വല്യുപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഇട്ടുകൊടുത്തു. സാധാരണ നിലയിൽ ഇത്തരം ഘട്ടങ്ങളിൽ മനുഷ്യ പ്രകൃതമനുസരിച്ച് തൻ്റെ പേരക്കുട്ടിയേക്കാൾ സ്നേഹം തൻ്റെ മക്കളോടാണ് ഉണ്ടാവാറ്. അബ്ദുൽ മുത്തലിബ് തൻ്റെ മക്കളോട് ദേഷ്യപ്പെട്ടിരുന്നെങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹ വാത്സല്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. അബ്ദുൽ മുത്തലിബിൻ്റെ യുവാവായ മകനാണ് അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ നിരതനായിരുന്നത്. എന്നിട്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനാവാത്ത സാഹചര്യത്തിൽ വളരെയധികം വ്യാകുലപ്പെടുമായിരുന്നു. ഇത്തരത്തിലുള്ള സ്നേഹം അള്ളാഹു അബ്ദുൽ മുത്തലിബിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി. അബ്ദുൽ മുത്തലിബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ മടിയിലിരുത്തി ലാളിക്കുമായിരുന്നു. അറബികളുടെ നാട്ടുനടപ്പനുസരിച്ച് കുട്ടിയെ നോക്കുന്നതിനും പരിചരിക്കുന്നതിനുമായി സ്ത്രീകളെ ഏൽപ്പിക്കുമായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുന്നതിനും പരിചരിക്കുന്നതിനുമായി ഹലീമ എന്ന സ്ത്രീയെ അള്ളാഹു തിരഞ്ഞെടുത്തു. ഹലീമ പാവപ്പെട്ട സ്ത്രീ ആയിരുന്നതിനാൽ നാട്ടിൽ നിന്നും അവർക്ക് കുട്ടികളെ ലഭിച്ചിരുന്നില്ല. എന്നാൽ അവർക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. അള്ളാഹു അവരുടെ ഹൃദയത്തിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഇട്ടുകൊടുത്തു. അബ്ദുൽ മുത്തലിബിൻ്റെ മരണശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായിരുന്ന അബൂ ത്വാലിബിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നിറച്ചു. യുവാവായപ്പോൾ ധനികയായ സ്ത്രീയുടെ ഹൃദയത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഉടലെടുത്തു. കൂടാതെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ഹസ്രത്ത് അബൂബക്കർ, ഹക്കീം ബിൻ ഹിസാം പോലുള്ള സൗഹൃദ വലയം നൽകി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചു. ഹക്കീം ബിൻ ഹിസാം നീണ്ടകാലം നിഷേധിയായിരുന്നു. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. ആരെങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാൻ തുനിഞ്ഞാൽ അവരുമായി പോരാടുമായിരുന്നു. ഒരിക്കൽ ഹക്കീം ബിൻ ഹിസാം കച്ചവടത്തിനായി പുറത്തു പോവുകയും കച്ചവടമധ്യേ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ സുന്ദരമായ വസ്ത്രം പെടുകയും അത് അദ്ദേഹത്തിന് വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ ഹൃദയത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഇത് എൻ്റെ സുഹൃത്തായ മുഹമ്മദിന് ചേരുന്നതാണ് എന്ന ഉദ്ദേശത്തോടെ അത് വാങ്ങി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സമ്മാനമായി സമർപ്പിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിഷേധിയിൽ നിന്നും ഞാൻ സമ്മാനം സ്വീകരിക്കുന്നതല്ല. വേണമെങ്കിൽ എന്നിൽ നിന്നും അതിൻ്റെ മൂല്യം സ്വീകരിച്ചാൽ ഞാൻ അത് വാങ്ങുന്നതാണ്.
തുടർന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വസ്ത്രം വാങ്ങി. ഇത്തരണത്തിൽ നിഷേധിയായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഇട്ടുകൊടുത്തു. അടിമകളിൽ നിന്നും സെയ്ദിൻ്റെ ഹൃദയത്തിലും കുടുംബത്തിൽ നിന്ന് അലിയുടെ ഹൃദയത്തിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഇട്ടുകൊടുത്തു. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള സ്നേഹബന്ധവും സുഹൃദ് വലയവും യതീമായിരുന്നിട്ടുകൂടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്.